സോ ഹേ ഗായ്സ്, നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സെക്കൻഡ് പാർട്ടാണ്, CRTന്റെ സെക്കൻഡ് പാർട്ടാണിത്. സോ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ മെയിൻ ആയിട്ട് എന്താ നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്കൻഡ് പാർട്ടിലാണ് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത് വെറും ബേസിക് ആയിരുന്നു, വെറും ബേസിക്. അത് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം എന്നാണ്. സോ അത് കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണുക. ഓക്കെ, അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുക. സോ അതിന്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട്, പോയി കാണുക. ഇല്ലെങ്കിൽ പേജിൽ തന്നെ ഉണ്ട്, പോയി കാണുക, കണ്ടിട്ട് ഇത് കാണുക. സോ ഇതില് നമുക്ക് നേരത്തെ കിട്ടിയില്ലേ, നേരത്തെ നമ്മൾ ലിക്വിഡിറ്റി സ്വീപ്പും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു ഏരിയയില് നമ്മൾ എങ്ങനെ എൻട്രി എടുക്കും, അതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഉത്തരം. സോ 4 അവർ ആണ് ഞാൻ നോക്കുന്നത്. 4 അവർ നോക്കുമ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യുക, നമ്മൾ 15 മിനിറ്റ് എടുക്കുക. 15 മിനിറ്റ് എടുത്തിട്ട് നമ്മൾ ബാക്കോട്ട് സ്വൈപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഏരിയ ഉണ്ടല്ലോ, അതായത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഏരിയ ഉണ്ട്, ആ ഏരിയ കണ്ടെത്തുക. ഒരു മിനിറ്റ്, ആ ഏരിയ കണ്ടെത്താൻ കുറച്ച് ടൈം എടുക്കും, കാരണം അത്രയ്ക്കും പിന്നിലാണ് ആ ഏരിയ. സോ ആ ഏരിയ കണ്ടെത്തട്ടെ. മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഏരിയ. ഓക്കെ, ആ ഏരിയ എത്തി. സോ ഇതാണ് ആ ഏരിയ. സോ ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടിയ ഏരിയ ആണ് അത്. കണ്ടോ, ഇവിടെ ആ ലിക്വിഡിറ്റി സ്വീപ്പിംഗ് നടന്നിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ എങ്ങനെ എൻട്രി എടുക്കും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാല്, കണ്ടോ, ഇതിന്റെ ഹൈ ആണ്. ഇവിടെ നമ്മൾ എങ്ങനെ എൻട്രി എടുക്കുന്നു വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഇവിടെ എൻട്രി ഉണ്ടോ എന്ന് തന്നെ ഇവിടെ ഒരു പോസിബിലിറ്റി ആണ് നമ്മൾ ചോദിക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ 4 അവറിൽ പോയിട്ട് നമ്മൾ മാർക്ക് ചെയ്യാണ്. അതായത് ഇതാണ് അതിന്റെ ഹൈ, ആ ഒരു ക്യാൻഡിൽ, അതായത് ആ വലിയ ക്യാൻഡിലിന്റെ ഹൈ എന്ന് പറയുന്നത് ഇതാണ്. സോ ഈ ഒരു ഹൈ ആ ഒരു സെക്ഷൻ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല തന്നെ പറയണം. ഓക്കെ, സോ അതിന്റെ അടുത്ത് വരെ എത്തിയിട്ട് മാർക്കറ്റിന്റെ ചെയ്തു അടിയിലോട്ട് വന്നു. സോ ഇവിടെ നമുക്ക് എൻട്രി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്വിങ് വേണം. നമുക്ക് അവസാനം ഉണ്ടായ സ്വിങ് ഏതാ, ഇതാണ്. ഓക്കെ, ഈ അവസാനം ഉണ്ടായ സ്വിങ് മാർക്കറ്റ് എടുക്കുന്നുണ്ടോ, ഇല്ല. കാരണം ഇത് തന്നെയാണ് അതിന്റെ ഹൈ. നമുക്ക് എവിടെ കിട്ടണം ഒരു സ്വിങ്, നമുക്ക് ഇവിടെയോ ഇവിടെയൊക്കെ ആയിട്ട് ഒരു സ്വിങ് കിട്ടണം, എന്നാലേ നമുക്ക് അവിടെ എൻട്രി എടുക്കാനുള്ളൂ. കൺഫേമോടെ എൻട്രി എടുക്കാൻ എന്നാലേ അവിടെ ഒരു ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇതിന്റെ ഹൈ എടുക്കാതെ അടിയിലോട്ട് വന്ന് അവിടെ SL ഹിറ്റായി. ഇനി അടുത്ത ഏരിയ, ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു ഏരിയ ആണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന, രണ്ട് ഗ്യാപ്പായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, സോ ഈ ഒരു ഏരിയയില് നമ്മുടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നുണ്ടല്ലോ. സോ ഈ ഒരു ഏരിയ ആണത്. ഈ ഒരു ഏരിയയിൽ ലിക്വിഡിറ്റി സ്വീപ്പിംഗ് നടക്കുന്നുണ്ട്. ഇവിടെ ആ ഒരു രണ്ട് ഇത് കണ്ടില്ലേ, ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് 4 അവറിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊരു വിക്ക് ആയിട്ടാണ് കാണാൻ പറ്റുക. സോ ഇവിടെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻട്രി എടുക്കാൻ പറ്റും. കാരണം എങ്ങനെയാണ്, ഇവിടെ ഒരു സ്വിംഗ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് 15 മിനിറ്റില്. സോ ഇവിടെ നമുക്ക് സ്വിംഗ് ആയിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് എടുക്കുന്നു, നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നു. ഈ ഒരു ക്യാൻഡിലാണ് ഇവിടെ ബ്രേക്ക് ആവുന്നത്, അല്ലേ? ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ആവുന്നു, ഈ ക്യാൻഡിൽ ബ്രേക്ക് ആയി നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കണു, നമ്മൾ SL ഇതിന്റെ അടിയിൽ കൊണ്ടേ വെക്കണു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, 1:2 കണക്കാക്കിയിട്ട് വെക്കണു. സോ 1:2 കണക്കാക്കിയിട്ട് 1:2 കണക്കാക്കി വെച്ചു. ഈസിലി ടാർഗറ്റ് അടിച്ചില്ലേ, സിമ്പിൾ ആണ്. ഈസിലി നമ്മൾ ടാർഗറ്റ് അടിച്ചു. ഇനി നമ്മൾ 4 അവർക്ക് എടുക്കുക, നമ്മൾ സെറ്റ് ചെയ്ത സാധനം നോക്കുക. എവിടെ നമ്മളെ സെറ്റ് ചെയ്ത സാധനം, ഇവിടെ ഇതാ, നമ്മൾ ആ സെറ്റ് ചെയ്ത സാധനം സിംഗിൾ ക്യാൻഡിൽ കൊണ്ട് തന്നെ നമ്മളത് TP എടുത്തു. സിംഗിൾ ക്യാൻഡിൽ അല്ല, ഡബിൾ ക്യാൻഡിൽ, 2 ക്യാൻഡിൽ കൊണ്ട് തന്നെ നമ്മൾ TP എടുത്തു. കണ്ടോ, സോ ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പിംഗ് നടന്നു, നമുക്ക് ഇവിടുന്ന് എൻട്രി കിട്ടി, നമുക്ക് അവിടുന്ന് 2 ക്യാൻഡിൽ കൊണ്ട് തന്നെ TP അടിച്ചു. ഇത്രയും സിമ്പിൾ ആണ് എന്ത്, CRT എന്നുള്ളത്. CRTയിൽ നമ്മൾ കണ്ടെത്തേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് എൻട്രി എടുക്കുന്നതിന്റെ മുന്നേ ആ എൻട്രി SL കൂടുതലും TP കുറവാണോ നോക്കണം, കറക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കണം. രണ്ടാമത്തത്, നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു കൺഫർമേഷൻ സ്വിങ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വാലിഡ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു സാധനമാണ്. സോ ഈ 2 കാര്യം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി എൻട്രി എടുത്തോ, TP അടിച്ചിരിക്കും. ഓക്കെ, സോ ഇങ്ങനത്തെ എൻട്രീസ് കിട്ടാൻ വളരെ റെയർ ആയിട്ടേ കിട്ടുള്ളൂ. CRT എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. സോ ഒന്നും പറയാൻ പറ്റില്ല എപ്പോഴാ കിട്ടുക, എങ്ങനെയാ കിട്ടുക എന്നുള്ളത് നമ്മൾ നോക്കി തന്നെ ഇരിക്കണം.
പക്ഷെ ആക്യുറസി കൂടിയ ഒരു സെറ്റപ്പ് ആണ് എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ളത്. സോ നമുക്ക് എന്താണ് സ്വിങ് കിട്ടണം. സ്വിങ് കിട്ടിയാലേ നമുക്കവിടെ കൺഫർമേഷൻ ഉള്ളൂ. സോ 4 അവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി ഒരു 2 3 തവണയൊക്കെ കിട്ടിയെന്ന് വരും ഇങ്ങനത്തെ എൻട്രീസ്. കണ്ടോ, ബുള്ളറ്റ് പോലെയാണ് മേലോട്ട് പോയത്, ബുള്ളറ്റ് പോലെ. സോ ഈസി എൻട്രി, ഈസി. ഇത്രയും നല്ല സെറ്റപ്പ് വേറെ ഇല്ല. പക്ഷെ ഇത് എന്താ ആൾക്കാർ നോക്കാത്തതിന്റെ വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് അത്രയും കാത്തിരുന്നേ കിട്ടുള്ളൂ. സോ അത്രയും ക്ഷമയുള്ളവർക്ക് ഈ ഒരു എൻട്രി കിട്ടുന്നേ ഉള്ളൂ. സോ നോക്കിയും കണ്ടു എൻട്രി എടുക്കുക. സോ ഇത്രയും ഈസി സെറ്റപ്പ് വേറെ ഒരു സ്ഥലത്തില്ല. മെയിൻ ആയിട്ട് വേണ്ടത് ഒരു സ്വിങ്. അതായത് ഈ ഒരു എൻട്രി കിട്ടുമ്പോൾ കണ്ടോ, ഈ ഒരു സ്വിങ് 4 അവറിലുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യുക. എന്നാലേ ഇതിൽ എൻട്രി കിട്ടുള്ളൂ. തോന്നിയ പോലെ പോയി എൻട്രി എടുത്തു കഴിഞ്ഞാൽ SL അടിക്കും, ഉറപ്പാണ്. പിന്നെ ചക്കയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ DP അടിക്കും. സോ ഇതാണ് ആ ക്യാൻഡിൽ. സൂപ്പർ എൻട്രി ആണ്. സോ CRTന്റെ മെയിൻ ആയിട്ടെന്ന് പറയണത് ഇങ്ങനെയൊന്നും അല്ല. ശരിക്ക് CRTൻ്റെത് നമ്മൾ ശരിക്ക് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് CRTന്റെ നമ്മൾ നോക്കുക ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ ആണ്. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CRT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻഡിൽ റേഞ്ച് തിയറം ആണ്. അതായത് ഇതിന്റെ ലിക്വിഡിറ്റി സ്വീപ്പ് എടുത്തു, ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ എന്തായാലും മാർക്കറ്റ് എടുക്കും എന്നുള്ള ഒരു രീതിയിലാണ് ആ ഒരു ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഇവിടെ നിന്നൊന്നും നമുക്ക് എൻട്രി കിട്ടണില്ല. പക്ഷെ നമ്മൾ എന്താണ് അവിടെ പോസിബിലിറ്റി എൻട്രി നോക്കുകയാണ്. സോ ഈ ഒരു എൻട്രി, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു സംഭവം ഈ ഒരു ക്യാൻഡിലിന്റെ ലിക്വിഡിറ്റി എടുത്തു. ഇത് 4 അവർ ആണ്, ലിക്വിഡിറ്റി ഒരുപാടുണ്ട്. ഈ ഒരു ലിക്വിഡിറ്റി എടുത്തു. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ എടുക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടെ എൻട്രി എടുക്കുന്നത്. ഓക്കെ, സോ ഒരിക്കലും ഞാൻ പറയുന്നില്ല ഇതിന്റെ മുകളിൽ പോയി ഇങ്ങനെ TP അടിക്കും എന്നുള്ളതൊന്നും. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വലിയ വലിയ ക്യാൻഡിൽസ് പോയി എടുക്കാൻ. സോ ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇവിടെയൊക്കെ നമുക്ക് എൻട്രി ഉണ്ട്. സോ ഇത് കണ്ടോ, ഇവിടെ എടുത്തു, മാർക്കറ്റ് എടുത്തു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് പോസിബിളി കാൽക്കുലേറ്റ് ചെയ്യാണ് മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ എടുക്കും എന്നുള്ളത്. ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പിംഗ് നടക്കും എന്നുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പിംഗ് എടുക്കുന്നുണ്ട്. സോ അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇതിൽ കൺഫർമേഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് കൺഫർമേഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ ആണ് കേട്ടോ, കൺഫർമേഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ണും പൂട്ടി എൻട്രി എടുക്കാം. അതായത് ഈ ക്യാൻഡിൽ ക്ലോസ് ആയ ഉടനെ തന്നെ നിങ്ങൾക്ക് കണ്ണും പൂട്ടി എൻട്രി എടുക്കാം. പക്ഷെ ഈ ഒരു ക്യാൻഡിൽ എന്താണ് ഇത്രയും ലോ ആയതുകൊണ്ടും ഈ ക്യാൻഡിൽ ഇത്രയും താഴെ SLഉം TPയും രണ്ട് തരത്തിലായിട്ട് വരും. ചിലപ്പോൾ 1:1 ആയിരിക്കും, അല്ലെങ്കിൽ TP കുറവും SL കൂടുതലുമായിട്ട് വരും. ഓക്കെ, സോ അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ് എങ്ങനെ എടുക്കണം എങ്ങനെ എടുക്കണ്ട എന്നുള്ളത്. സോ മെയിൻലി നോക്കിയിട്ടും കണ്ടിട്ടും എടുക്കുക. സോ CRT എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ പറഞ്ഞെന്ന പോലെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ പലരും ഇങ്ങനെയല്ല ചെയ്യുന്നത്. സോ ഞാനൊരു എളുപ്പ വഴിയാണ് പറഞ്ഞു തന്നത് ചെയ്യാനുള്ളത്. അതായത് പ്രീവിയസ് ക്യാൻഡിലിന്റെ ലോ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്യാൻഡിലിന്റെ ഹൈ മാർക്കറ്റ് എടുക്കും എന്നുള്ളൊരു രീതിയിലാണ് ക്യാൻഡിൽ റേഞ്ച് തിയറം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ പോസിബിലിറ്റി എന്ന് പറയുന്നത് 100% ഇല്ലെങ്കിൽ ഒരു 90% പ്രോബബിലിറ്റി ആക്യുറസി ഉണ്ട് ഈ ഒരു സെറ്റപ്പിന്. സോ നോക്കിയും കണ്ടും എടുക്കുക. തെറ്റായ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റിൽ എന്തായാലും നിങ്ങളെ ഒന്നിച്ചിട്ട് പോകും. അപ്പൊ നോക്കിയും കണ്ടും എടുക്കുക. അപ്പൊ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ ബൈ.